അടുത്തതായി നമ്മൾ അന്തർദേശീയ വാർത്തയിലേക്കാണ് പോകുന്നത്. ക്വാഡ് ഉച്ചകോടിക്ക് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഡെലാവറിലെ വിൽമിംഗ്ടണിലുള്ള ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യയുമായുള്ള US പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് സമയത്തേക്കാളും ശക്തവും അടുപ്പമേറിയതുമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ജോ ബൈഡൻ എക്സിൽ കുറിച്ചു. ഇതിന്റെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പയാണ് ചേരുന്നത്. ശില്പ, ഗുഡ് മോർണിംഗ്. ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാനുള്ള ഒരു കാരണമായി ഈ ഒരു കൂടിക്കാഴ്ചയെ കാണുന്നുണ്ട് നിരീക്ഷകരൊക്കെ തന്നെയും. ഈ പ്രതികരണം പ്രസിഡന്റ് ബൈഡന്റെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി മോദിയുമായി ഉള്ള ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെയും പ്രതികരിക്കുന്നതും ആ രീതിയിലാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ? ക്വാഡ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഡെലാവറയിലെ വില്ലിംഗ്ടണിലുള്ള ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ഇന്നലെ രാത്രിയോടുകൂടി നടന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ഈ കൂടിക്കാഴ്ച നീണ്ടത്. ഡെലാവറയിൽ തനിക്ക് ആതിഥ്യമരുളിയ ജോ ബൈഡൻ അടക്കം പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എക്സിലൂടെ നന്ദി അറിയിച്ചിരുന്നു. ജോ ബൈഡനും അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് വ്യക്തമാക്കിയത്. ജോ ബൈഡൻ അറിയിച്ചത് ഇത് കൂടുതൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്നടക്കമാണ് ജോ ബൈഡനും എക്സിൽ കുറിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യ US പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് കാലത്തോളം കൂടുതൽ ശക്തവും ചലനാത്മകവും ആകുമെന്നും ജോ ബൈഡൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഈ ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ നിരവധി ആഗോളതലത്തിലുള്ള വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്തെന്നും ഈ ചർച്ച വിജയകരമായി പൂർത്തിയാക്കിയെന്നടക്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത്. പരസ്പര താല്പര്യമുള്ള മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുകയാണ് വേണ്ടതെന്നും അത്തരത്തിൽ ദൃഢമാക്കാനുള്ള വഴികളെക്കുറിച്ച് ഇരുവരും ഒരുമിച്ച് ചർച്ച ചെയ്തുവെന്നും ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കനും കൂടിക്കാഴ്ചയിൽ ഇരുവർക്കുമൊപ്പം ഉണ്ടായിരുന്നു. ഇരുവർക്കും ഒപ്പം പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ മോദി ബൈഡൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നെ ഈ ക്വാഡ് ഉച്ചകോടിയിലും ഇവർ ഒരുമിച്ചായിരുന്നു പങ്കെടുത്തത്. ഈ ഉച്ചകോടിയിൽ ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഫൂമിയോ കിഷിദയും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി ആൽബാനിസ് എന്നിവരും പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഈ ജോ ബൈഡനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയത്. ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ആഗോളതലത്തിലുള്ള അടക്കമുള്ള വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കും പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ അടക്കം ചർച്ച ചെയ്തുവെന്നും അതിൽ വലിയ തോതിലുള്ള അത് വിജയകരമായി പൂർത്തിയാക്കിയെന്നുമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചത്. ശരി, എന്തായാലും ക്വാഡ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജോ ബൈഡനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതീക്ഷയുള്ള കൂടിക്കാഴ്ചയാണ്, സന്തോഷമെന്നാണ് എക്സിൽ ജോ ബൈഡൻ കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ശില്പ നൽകിയത്.